നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ട അലിഞ്ഞു പോകുന്ന ബട്ടർ പുഡിംഗ് ആണ് കേട്ടോ. നല്ല ക്രീമിയാണ്. ടേസ്റ്റ് ചെയ്തോണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ബട്ടർ പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. 10 ഗ്രാം ചൈന ഗ്രാസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെക്കാം. 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഇനി പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പാലും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ പാലിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. 4 ബ്രെഡാണ് കേട്ടോ. 4 ബ്രെഡ് അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നല്ല തിക്കായി വരാൻ തുടങ്ങും കേട്ടോ. ശേഷം ഒരു ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബട്ടർ ആണ് കേട്ടോ. അൺസോൾട്ടഡ് ബട്ടർ നോക്കിയെടുക്കണം. 100 ഗ്രാം ബട്ടർ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസിന്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തണുത്ത് വന്നിട്ടുള്ള പുഡിങ്ങിന്റെ മിക്സ് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ബോട്ടിൽ ഫ്രഷ് ക്രീം പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒഴിച്ചിട്ട് ഈ സമയത്ത് ആ മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് പുഡിങ്ങിന്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുക കേട്ടോ നല്ലത്. അപ്പോഴാണ് നല്ല സെറ്റായി വരുള്ളൂ. ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ക്രീമി ബട്ടർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെയുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റ് ആട്ടാ, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.